താങ്ക് യു. വെൽക്കം. നിവേദുട്ടാ, എന്തോ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലത്. നല്ലതായിരുന്നോ? ശബ്ദം ശരിയായില്ല അല്ലേ? അന്ന് എണീക്കുമ്പോ ഉണ്ടായിരുന്നു. ആണോ? എന്നാ പിന്നെ കിടന്നാ മതിയായിരുന്നു. അല്ല, എന്താ ഉണ്ടായിരുന്നു എണീക്കുമ്പോ? അല്ല തൊണ്ടയെടുപ്പ്. തൊണ്ടയെടുപ്പാ? വന്നപ്പോഴേ ആദ്യം പറഞ്ഞു ചേച്ചി തൊണ്ട പോയിരിക്കാന്നൊക്കെ. മഴയത്ത് ഇറങ്ങിയോ? മഴയൊന്നും ഇറങ്ങിയില്ല. ഇല്ല. പിന്നെ എന്ത് ചെയ്തു ഇത്ര തണുപ്പ് പിടിക്കാൻ? ഐസ്ക്രീം, ഐസ്ക്രീം, വാചകം, തണുത്ത വെള്ളം, ബഹളം, അട്ടഹാസം AC ഒന്നുമില്ലേ? AC ഇവിടെ അല്ലേ? ഇവിടെ അല്ല, നീ കിടന്നുറങ്ങുമ്പോ ചൂടുവെള്ളം കുടിച്ചോ ബദ്രിയുടെ? ആ കിടന്നുറങ്ങുമ്പോ AC ഇട്ടാ? ഓ ഭയങ്കര AC-ലാണോ കിടന്നുറങ്ങുന്നത്? ഭയങ്കര AC ഒന്നുമില്ല. എത്ര ഡിഗ്രി എന്നാലും? 28. 28? അത് ഭയങ്കര ചൂടാണ്. തണുപ്പുണ്ടല്ലോ പുറത്ത്. എന്നാ പിന്നെ ഫാൻ ഇട്ടാ പോലെ. അങ്ങനെയൊന്നും കളിയാക്കണ്ട. നമ്മളൊക്കെ 29-ലൊക്കെ ഇടും. ഓഹോ, അത് ഏത് AC-യാണ്? അത് ഓവനകത്തെങ്ങാണ്ട മഞ്ഞിൽ കിടക്കുന്നത് തോന്നുന്നു. എന്നിട്ടാണോ തണുപ്പ് പിടിച്ചത്? അതെ. അല്ല ആണോ? ആണ്. നിനക്ക് പാട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നാ? പിന്നെ എന്തിനാ നീ അങ്ങനെ കിടന്നേ? ജഡ്ജ്മെന്റിന് മുന്നേ പറയൂ, ഇതിന്റെ ഡീറ്റെയിൽസ് പറയൂ. പാടിയത് ഹരിച്ചേട്ടൻ, മ്യൂസിക് ഷാനിക്ക, എഴുതിയത് റഫീഖ് അഹമ്മദ് സർ, യെസ്. മൂവി പഞ്ചവത്സര. ഇല്ല പോയി മൊത്തത്തില്. അപ്പൊ എന്തായാലും ഹരിച്ചേട്ടൻ നേരത്തെ മഞ്ജരി ചേച്ചിയുടെ പാട്ട്, ഇപ്പൊ ഹരിച്ചേട്ടന്റെ പാട്ട്. പക്ഷെ ഷാനിക്ക, വി മിസ് യു. യെസ്. ഓക്കെ ഹരിച്ചേട്ടാ. നിവേദേ, ഓ മോൻ എന്തുകൊണ്ട് ഈ പാട്ടെടുത്തു? ഈ പാട്ട് കേട്ടപ്പോ ഇഷ്ടായി തോന്നി. ഇഷ്ടായി. ഓക്കെ, ആദ്യമായിട്ട് ഒരാൾ ഈ പാട്ട് ഇഷ്ടപ്പെടുന്നു ഞങ്ങളുടെ പറയുന്നു. ഓക്കെ, എന്തായാലും ഈ സോങ് എടുത്ത് എന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഞാൻ താങ്ക്സ് പറയുന്നു ആദ്യം തന്നെ. താങ്ക് യു. ഇത് മോൻ അധികം അങ്ങനെ റീച്ച് ഒന്നും ആയിട്ടില്ല ഈ പാട്ട്. ഇറ്റ്സ് എ ക്യൂട്ട് സോങ്. ഷാനിക്കയും പെട്ടെന്ന് ഇങ്ങനെ ചെയ്തൊരു പാട്ടാണ്. അപ്പം ഈ ഒരു മൊമെന്റിൽ ഷാനിക്കയും നമ്മളെല്ലാരും ഓർക്കുന്നു. ഷാനിക്ക, ഓക്കെ മോനെ, ഇതൊരു മോന്റെ സ്കെയിലിന് കുറച്ച് ടോപ്പായിരുന്നു. ഇത് കുറച്ച് സ്ട്രെയിൻ ഓവറോൾ ഉണ്ടായിരുന്നു ഫ്രം ദ ബിഗിനിങ്. ആ ഒരു ഫ്രീ അല്ലായിരുന്നു പാടുമ്പം. അപ്പൊ എന്തിനാ ഇതെടുത്തത്? ഇത്രയും പിച്ചുള്ള വേറെ പാട്ടൊന്നും കിട്ടല്ല. ആണോ? വേറെ മാർഗം ഇല്ലാത്തോണ്ട് എടുത്തതാ ഇത്. ലേറ്റസ്റ്റ് ഹിറ്റ്സ്. എടാ, ലേറ്റസ്റ്റ് ഹിറ്റ്സ് വേറെ ഇഷ്ടംപോലെ പാട്ടിലല്ലേ ഇപ്പം. പിള്ള മനസ്സിൽ കള്ളമില്ല എന്നുള്ളതായി. അതെ, ഒട്ടുമില്ല. അപ്പൊ മോനെ ഇതിന്റെ സ്കെയിൽ ഇത് ഭയങ്കര ടോപ്പാണ്. ഇത് എത്ര സ്കെയിൽ? ഇത് ശ്രുതി എത്ര? F ആണ്. D. ഓ, F-ലുള്ളത് ഇനി D ആക്കി അല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെ ഉള്ളപ്പോ ഇത്ര ഒരു സെമി ഫൈനലൊക്കെ നിൽക്കുമ്പോൾ ഇത്ര റിസ്ക് എടുക്കണ്ടായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായം. എന്നാലും കുഴപ്പമില്ലാതെ മോൻ ഒപ്പിച്ച് പാടി കേട്ടോ ഓവറോൾ. പക്ഷെ യൂഷ്വലി നിവേദിന്റെ ആ ഒരു ഫ്രീ സിംഗിങ് ഇതിൽ കിട്ടിയില്ല. കുറച്ച് സ്ട്രെയിൻ, തൊണ്ടയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇത് മോന് കുറച്ച് ഹൈപ്പിച്ചായിരുന്നു. കാരണം ഇതിങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു പാട്ടാടാ. ഇത് വലിയ സീരിയസ് പാട്ടൊന്നും അല്ല. ചുമ്മാ ഒരു ഇതിന്റെ അനുപല്ലവി ഒന്ന് പാടാവോ? വേണ്ട, കാല് നീട്ടണ്ട. ഒരു റൗണ്ടും കൂടെ ബാക്കിയുണ്ട്. ഞാൻ പാടിക്കുന്നില്ല വെറുതെ കാലൊക്കെ നീട്ടി ഇനി തൊണ്ടയും വളഞ്ഞു. പിന്നെ ചില വേർഡ്സ് പറന്നും നീ പരന്നും എന്നാ പാടിയത്. പിന്നെ മണ്ണിൽ വീണലിയായി നാളുകൾ നീങ്ങും. കുറെ കറക്ഷൻ ഉണ്ട് മോനെ. ഇപ്പൊ ഈ ശബ്ദം വെച്ച് ഞാൻ വെറുതെ പാടിക്കുന്നില്ല. വെറുതെ സ്ട്രെയിൻ ചെയ്യണ്ട. നിനക്കൊരു റൗണ്ട് ഉണ്ട്. സേവ് യുവർ വോയിസ് ഫോർ ദാറ്റ് കേട്ടോ. അപ്പോ സ്ട്രെയിൻ ആൻഡ് ക്ലാരിറ്റി. ഒരു എന്താ പറയാ, കുറച്ചുകൂടി വേറെ ചോയ്സ് ആവായിരുന്നു. ഇപ്പൊ എന്റെ പാട്ടാണെന്ന് എനിക്കറിയാം. എന്നാലും വേറൊരു പാട്ട് എടുക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിനക്കത് നിന്റെ സ്കെയിലിന് പറ്റിയൊരു പാട്ടല്ല ഇത്. ബട്ട് സ്റ്റിൽ എനിക്ക് നന്ദിയുണ്ട് എൻ്റെ പാട്ടെടുത്തിട്ട് വന്നതിൽ കേട്ടാ. അപ്പൊ അടുത്ത റൗണ്ട് നമുക്ക് പിടിക്കണം, അടിപൊളിയാക്കണം കേട്ടോ നിവേദ. ഓക്കെ ഓക്കെ ഡിയർ. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സാർ, മക്കളെ, ഷാൻ റഹ്മാനെ മിസ് ചെയ്യിച്ചില്ല നീ ഇത് പാടി. വല്ല ആവശ്യമുണ്ടോ നിനക്ക്? നമ്മള് ചുമ്മാ ഇരുന്നതാ. ഷാനൊക്കെ ഈ പാട്ട് ചെയ്തായിട്ട് ഓർക്കുന്നുണ്ടോ? ഞാൻ ഒരിക്കലും ഓർക്കാൻ ചാൻസ് ഇപ്പൊ ഷാനെ ലവ് യു ചക്കര, നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. അല്ല, ഇത് ഈ പാട്ട് ഇല്ലെങ്കിലും മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ സംസാരിച്ചായിരുന്നു ഒരു 4 ദിവസം മുമ്പ്. വിനീത് ശ്രീനിവാസന്റെ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ്. അപ്പം മക്കളെ, ചക്കരെ, പഞ്ചാരെ, മുത്തേ, നിന്റെ ശബ്ദം മുഴുവൻ അടഞ്ഞിട്ടാടാ.
കാര്യം ആ ചാനും ഈ ചാരണമൊക്കെ പാടുമ്പോൾ മോനെ ഒരുമാതിരി മറ്റേ കൈവണ്ടി വലിച്ചിട്ട് വന്ന് പാടുന്ന ഒരു ഫീൽ, അത്രയ്ക്ക് തളർച്ച. നമുക്ക് വിഷമമായിരുന്നു. നമുക്ക് ഭയങ്കര വിഷമമാണ്. നിനക്ക് കിട്ടുന്നമില്ല, കൊണ്ടങ്ങ് നിർത്തുക. അവിടെ ആണെങ്കിൽ ഒന്നുമില്ല താനും, നീ മാത്രമേ ഉള്ളൂ. ഒരു മരുഭൂമിയിൽ ചക്കര മാത്രം നിന്ന് പാടുന്ന ഒരു വികാരമായിരുന്നു എനിക്ക്. അപ്പൊ ശരിയായിക്കോണം മോനെ, ഓ. കേട്ടോ. അതുമല്ല അക്ഷരങ്ങൾ പറയുന്ന മധുരസമോ, മധു, മധു. ആ ഓ. പിന്നെ മഴയായി തെന്നി, അത് റഫീഖ് അഹമ്മദ് എന്നുള്ളത് മഹാനാണ്. അദ്ദേഹത്തിന് മനസ്സിലായി മഴയായി എന്നുള്ളത് തെന്നുവെന്ന്. അതാണ് മഴയായി തെന്നി എന്ന് എഴുതി വെച്ചിരുന്നത്, മഴയായി തെന്നിയും ചെയ്തു. മോനെ അതൊക്കെ ശരിയായിക്കോട്ടെ. പിന്നെയും പല്ലവി പാടിയപ്പോൾ പിന്നെ ഒരു സ്ലിപ്പുണ്ടായി. അപ്പം എന്തൊക്കെയാലും പോട്ടെ, നമുക്കത് ഇത് ഇങ്ങോട്ട് വന്നില്ല, ആ നെഞ്ചിലേക്ക് വന്നില്ല നീ പാടിയത്. സാധാരണ മോനെ ഏതും എടുത്തുകൊണ്ട് വന്ന് പാടിയാലും അത് നന്നാവുന്നത്. പിന്നെ നമ്മുടെ ചക്കരച്ചക്കം പാടിയതുകൊണ്ട് ഈ പാട്ടിനോടൊരു ഇഷ്ടമുണ്ട്, എൻ്റെ റഫീഖ് അഹമ്മദ് അണ്ണാച്ചി എഴുതിയത് കൊണ്ട്, കേട്ടോ. അപ്പം മക്കളെ അതൊരു ഒരിക്കലും ഫീൽ ചെയ്തില്ല. പക്ഷെ എന്നാലും മോനെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ നീ പാടിയിട്ടുണ്ട്, കേട്ടോ. ഓ. കേട്ടോ ചക്കര. കഥ അതൊക്കെ അക്ഷരങ്ങൾ കൃത്യമായിട്ട് പറയണം മോനെ, കേട്ടോ. ഓ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സാർ. മഞ്ജരി ചേച്ചി. നിവേദ്, ഓ. ചക്കരെ, ഓ. നന്നായി പാടി. ബുദ്ധിമുട്ടാണ് പാടാൻ ഈ പാട്ട്. ഓ അമ്മോ, എന്തൊരു ഹൈ പിച്ചാണിത്. എന്നിട്ട് സ്ട്രെയിൻ വെച്ച് പാടി എങ്ങനെയൊക്കെയോ അല്ലേ. കുഴപ്പമൊന്നുമില്ല, നന്നായിരുന്നു. നമ്മൾ 4 കാലിൽ Thank you. ലാൻഡ് ചെയ്തു, പ്രശ്നമില്ലാണ്ട്. എന്താ ഫുഡ് കഴിക്കുന്നേ? ഫുഡ് ഇത് ഇവിടുത്തെ ഭക്ഷണം അല്ല, തന്നെ. ഇവിടത്തത് ഓക്കെ. ഇഡ്ഡലി. എന്താണ് അതിൽ കഴിക്കുന്നത്? ഇഡ്ഡലി, ഇഡ്ഡലിയും സാമ്പാർ, സാമ്പാറും. പിന്നെ ചട്നി. ഉച്ചക്കൊക്കെ എന്താ കഴിക്കുന്നത്? ചോറ്. ചോറ്. ചോറ് മാത്രോ? ഇത് ഈ അമ്മമാർക്കുള്ളൊരു ചോറും സ്വഭാവമുണ്ട്. നമ്മള് വീട്ടിൽ വിളിച്ച് ചോദിക്കാം, അമ്മ കഴിക്കാൻ എന്താ? ചോറ്, പിന്നെ കൂടെ കറി, ഇത്രേ പറയൂ. എന്താ ബാക്കി പറയില്ല. എല്ലാ വീട്ടിലും ഉള്ളതാന്ന്. പാട്ടുള്ള ദിവസം മീൻ കഴിക്കൂല. പാട്ടുള്ള ദിവസം മീൻ കഴിക്കില്ല. പിന്നെ എന്ത് കഴിക്കും? ഞാന് ഇപ്പൊ എന്ന് ഉപ്പേരി. ഉപ്പേരി മാത്രോ? ചോറും കറിയൊന്നുമില്ലേ? അല്ല മോനെ, പാട്ടുള്ള ദിവസം എന്തായാലും മീൻ കഴിക്കാത്ത എന്താ എന്താണ്? കറി? മുള്ളുള്ളൂ അതുകൊണ്ട്. അല്ല എന്താണ് അതിന്റെ റീസൺ? എരിവായ തൊണ്ട അവന് ഇഷ്ടമല്ല. ആ കറി എന്താ? കറി 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 കറി, സാമ്പാർ. സാമ്പാർ കഴിക്കും. ഇപ്പൊ ഈ ശബ്ദം അടപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ചോ? കൊറേ ശബ്ദത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചോക്ലേറ്റ്, ഐസ്ക്രീം. ഐസ്ക്രീം അതൊക്കെ കഴിക്കുന്നുണ്ട്. എല്ലാം ഞാൻ നന്നായി കഴിക്കില്ല. കഴിക്കുന്നുണ്ട്. കഴിക്കൂല. തണുത്ത വെള്ളം. ശബ്ദം അടഞ്ഞിരിക്കുമ്പോ ഫസ്റ്റ് ചെയ്യേണ്ട മിണ്ടാതിരിക്കുക എന്നുള്ളത്. ഓക്കെ. ഇനി എരിവുള്ളതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക. എണ്ണ, എരിവ് അധികം ഒന്നും കഴിക്കണ്ട. ശബ്ദമൊക്കെ ഒന്ന് നോക്ക് ട്ടാ. അല്ല അട്ടിയിട്ടും ആ കൈ രണ്ടും വന്നിങ്ങനെ കെട്ടിയിടും. പിന്നെ എങ്ങനെ പാടും? ഞാൻ നോക്കുമ്പോ ഈ പാട്ട് ഹൈ പിച്ചില് കൈയൊക്കെ അങ്ങ് എത്തി അപ്പുറത്ത്. എന്താടാ ഒരു വിഷമം പോലെ? ഒന്നുമില്ല. എനിക്കൊരു സംശയം, അടുത്ത ക്ലാസിക്കൽ പാടാനുള്ളത് ടെൻഷൻ ആലോചിച്ചിട്ടാണോ ഇപ്പോഴും നിൽക്കുന്നതെന്ന്? ടെൻഷൻ ഇല്ല, അതിൽ പിടിക്കണം എന്നുള്ളതുണ്ട്. അതിലെങ്ങനെങ്കിലും പിടിക്കണം. ഓ നന്നായിരിക്കട്ടെ. എന്തായാലും ഗോഡ് ബ്ലെസ് യുടാ. എല്ലാ you, ma'am. പ്രശ്നവും മാറട്ടെ. അടുത്തതിന് ജീമ്പും ഭാഷും നന്നായി പാടാൻ പറ്റട്ടെ. ഓക്കെ. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ ഇനി മാർക്സ്. ഓക്കെ ശരത് സാർ, മാർക്ക്. ജീബൂമ്പ നിനക്ക് 8.5 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ചേച്ചി. ജീമ്പൂമ്പ, ഓ നിനക്ക് 8.6 മാർക്സ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഹരിച്ചേട്ടാ. ഇട്ട് കഴിഞ്ഞു. അപ്പൊ അടുത്ത റൗണ്ട് നമ്മള് സ്കോർ ചെയ്യും. നമ്മൾ അത് 9 തകർക്കും. പോയിന്റ് ആയിരിക്കണം. ഓ ഓക്കെ, സോ ടോട്ടൽ 17.1. യെസ്.